പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കനക ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, മൂത്ത മോളാണെന്ന് കരുതി നീ അവളുടെ വിവാഹം ആദ്യം നടക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് പല ഉപദേശങ്ങളും കൊടുത്തു. അത് തെറ്റായ തിരുത്തേണ്ട തീരുമാനങ്ങളായിരുന്നു. പക്ഷേ നീ അതൊന്നും തിരുത്തിയില്ല. ഇനിയിപ്പോൾ എല്ലാം അങ്ങനെ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അവളെ കുറിച്ച് ഓർത്തിട്ടല്ല, എനിക്കിപ്പോൾ ആവാൻ അയനമോളെ ഓർത്തിട്ടാണ് സങ്കടം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിഷമിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് നവ്യമോളുടെ കാര്യം നയനമോൾ നമ്മളോട് പോലും മറച്ചു വെച്ചത്. അവൾ ചേച്ചിക്ക് വേണ്ടി ത്യാഗം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറയാണ്. പിന്നീട് നന്ദും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ആ സമയത്ത് എനിക്ക് അവളുടെ മൂക്ക് അടിച്ച് പൊട്ടിക്കാനാണ് തോന്നിയത്, ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് അവിടെ നിന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഇനിയിപ്പോൾ അവളെ കുറിച്ചൊരു സംസാരമൊന്നും ഇവിടെ വേണ്ടാന്ന് കനകയും പറയാണ് കേട്ടോ. നവ്യനോട് അത്രയ്ക്കും ദേഷ്യമുണ്ട് കനകയ്ക്ക്. പിന്നീട് ആദർശമോൻ്റെ മുത്തശ്ശൻ്റെ കാര്യം അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നയനമോളെ അവിടെ നിർത്തില്ലായിരുന്നു, എന്നാലും കെട്ടുതാലി ഇരുമോൾ ഇവിടെ നിന്നാലും നമുക്കൊരു സമാധാനമൊക്കെ കിട്ടുമല്ലോ എന്ന് പറയാണ്. പിന്നീട് നമ്മളും കൂടെ ഇത് അറിഞ്ഞിട്ടാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നും തിരുത്താനൊന്നും പറ്റില്ല, ഇനിയിപ്പോൾ കഴിഞ്ഞ് പോയതിനെ കുറിച്ചൊന്നും ഓർക്കാത്തതാണ് നല്ലതെന്ന് പറയാണ്. പിന്നീട് അതിനുശേഷം അഭിയാണെങ്കിൽ വെള്ളമടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നടന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നവ്യയുടെ വളകാപ്പ് ചടങ്ങ് നടത്താനിരുന്ന ആ ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് ഓർക്കുന്നത്. ജലജ ഇങ്ങനെ അവളുടെ വയറ്റിൽ പാഡാണ് കിട്ടി വെച്ചിരുന്നതെന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെയാണ് കേട്ടോ ഓർക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ ദേഹത്ത് ഇങ്ങനെ ഇടിക്കുകയാണ് കേട്ടോ. അഭിയാണ് ചെന്ന് ഇടിക്കുന്നത്. എന്നിട്ട് അയാളോട് ചൂടാവുന്നുണ്ട്, നീയൊക്കെ എവിടെ നോക്കിയാടാ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ദേഹത്ത് വന്നിടിച്ചിട്ട് നീ എന്നോട് ചൂടാവുന്നൊക്കെ അയാളും ചോദിക്കുകയാണ്. അപ്പോൾ നിനക്ക് ഞാൻ ആരാന്ന് അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ വേറൊരു വേസ്റ്റ് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അബി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമോനോട് നീ ഒരു വേസ്റ്റ് ആണെന്ന് പറയുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നീ ഒരു വേസ്റ്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ്. അവരുടെ വഴക്ക് പിടിച്ചു മാറ്റാനായിട്ട് ഒരാൾ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരതൊന്നും കാര്യമാക്കുന്നൊന്നുമില്ല, വേണ്ട ഇവിടെ വെച്ചൊരു വഴക്ക് വേണ്ടെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നീ എന്നെ വേസ്റ്റ് എന്ന് വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അയാളോടായിട്ട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ കാറ് സെക്കൻഡ് ഹാൻഡ് വാങ്ങും, അതുപോലെ തന്നെ വീടും ഒക്കെ സെക്കൻഡ് ഹാൻഡ് വാങ്ങും, പക്ഷേ ഭാര്യനെ ആരെങ്കിലും സെക്കൻഡ് ഹാൻഡ് വാങ്ങുമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താടാ നീ പറഞ്ഞതിൻ്റെ അർത്ഥം, അത് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാൽ മതിയെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അയാളാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പേര് നിർമ്മൽ എന്നാണ്, അതുപോലെ തന്നെയാണ് എൻ്റെ മനസ്സും, അതുകൊണ്ട് തന്നെ പെൺകുട്ടികളൊക്കെ എന്നെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ നവിയും അതുപോലെ തന്നെ അയാളും കൂടെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സ്നേഹത്തിലായിരുന്നു. അവളുടെ ആദ്യത്തെ കാമുകനാണ് ഞാൻ. അപ്പോൾ എന്നെ കഴിഞ്ഞിട്ട് പിന്നീട് എത്ര കാമുകന്മാരുണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അവൾക്ക് ഇങ്ങനെ പണക്കാരോടായിരുന്നു താല്പര്യം, അതുകൊണ്ട് തന്നെയാണ് എന്നേക്കാൾ കൂടുതൽ പണമുള്ളവനെ കണ്ടുമുട്ടിയപ്പോൾ അവൾ പോയത് എന്നൊക്കെ പറയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയാണ് കേട്ടോ. നീ പറഞ്ഞതെല്ലാം വെറുതെ ആണെങ്കിൽ നിന്റെ വീട്ടിൽ കയറി തല്ലും, ഈ ബാറിലുള്ളവർക്കൊക്കെ നിന്നെ അറിയാം, അപ്പം നിന്റെ വീട് തേടി പിടിച്ച് ഞാൻ വരുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, എൻ്റെ തെളിവ് വേണമെങ്കിൽ ഞാൻ കാണിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നമുക്ക് വീണ്ടും കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അഭി കൈയും കൊടുത്തൊക്കെയാണ് കേട്ടോ പിരിയുന്നത്. ഇങ്ങനെ അപ്പോൾ അത് സത്യമാണെങ്കിൽ ഇവിടെ നടന്നതൊക്കെ നീ അങ്ങ് മറന്നേക്കെന്നൊക്കെ പറഞ്ഞാണ് പിരിയുന്നത് അവർ. പിന്നീട് നവ്യ ഇങ്ങനെ ഉറങ്ങുന്നത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ നയനിയാണെങ്കിൽ റൂമിലേക്ക് ചായയും കൊണ്ടുവരുമ്പോൾ ആദർശിനെ അവിടെയൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ തിരയുന്നുണ്ട്, പക്ഷേ അവിടെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നയനിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, എന്നെ കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പോയതാവും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് മീനാക്ഷി ആണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ അന്ന് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മോള് ഭയങ്കര സങ്കടത്തിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ സങ്കടങ്ങൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ, ഓരോരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ദേവയാനിയും ജലജയും കൂടെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനാക്ഷി ജോലി ചെയ്യുന്നു നോക്കി നീ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി. അപ്പോൾ ആ സമയത്ത് ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവൾ കൊച്ചമ്മ ചമഞ്ഞ് മീനാക്ഷിനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും എന്നങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇനി നീയാണ് ഇവിടുത്തെ ശരിക്കുള്ള ജോലിക്കാരി, മീനാക്ഷിക്ക് വരെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നീയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ജലജ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ജോലിക്കാരി ആവാൻ മാത്രം യോഗ്യതയുള്ളവരന്മാരെ പിടിച്ച് മരുമക്കളാക്കിയാൽ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇവൾക്കിപ്പോൾ നമ്മളോട് നല്ല ദേഷ്യമുണ്ട്, അതുകൊണ്ട് പാചകം ചെയ്യുന്ന സമയത്ത് ആഹാരത്തിൽ എന്തെങ്കിലും ചേർക്കുമോ എന്നുള്ള ഇതൊക്കെ ജലജ പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, ആഹാരത്തിൽ ഇങ്ങനെ കഴിക്കുന്ന ആഹാരത്തിൽ കള്ളത്തരം ചെയ്യുന്ന പരിപാടി എനിക്കില്ലയെന്ന്. അപ്പോൾ ജലജ ഇങ്ങനെ കളിയാക്കൂട്ടോ, നിനക്ക് അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ദേവയാനി നയനയോട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഇങ്ങനെ അച്ഛൻ്റെ കാര്യം ഓർത്ത് ഇവിടെ കുറച്ചു കാലം പിടിച്ചു നിൽക്കാൻ പറ്റും, അത് കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും പുറത്ത് പോകേണ്ടി വരും എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് മീനാക്ഷിനോട് പറയുന്നുണ്ടായിരുന്നു, മീനാക്ഷി ഇനി ഇവിടെ ഒരു ജോലിയും ചെയ്യേണ്ട, മീനാക്ഷിക്കുള്ള ഭക്ഷണം കൂടെ ഇവൾ ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ദേവയാനി അതൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് ജലജ അങ്ങനെ നയനിനോട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മേലനങ്ങാതെ നോക്കി നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യടി
എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജലജി അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പോൾ ഇത് വലിയ കഷ്ടമാണല്ലോ എന്നിങ്ങനെ മീനാക്ഷി നയനയോട് പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കാനും ഇതാക്കാനും സഹിക്കാനുള്ള ഇത് എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നയനയാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ജോലിയൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. പിന്നീട് ജാനകി ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊറിയർ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് പോകുന്ന സമയത്ത് അതിങ്ങനെ അവർ ഡിന്നറിന് പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ജാനകി ആണെങ്കിലും ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങ് അകത്തേക്ക് പോവാണ്. അപ്പോൾ ആദർശാണെങ്കിലും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇളയമ്മ നല്ല തലവേദന, ഒരു ചായ ഇട്ട് തരുമോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ജാനകി അവിടുന്ന് പോവും. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസ് ആ ടേബിളിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്ത് നോക്കുന്നുണ്ട് ആദർശ്. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ആദർശിൻ്റെയും നയനയുടെയും ഫോട്ടോ കാണുമ്പോൾ അത് മാത്രം കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അവിടെ ആ ടേബിളിന്മേൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ അത് മാത്രം എടുത്ത് കീറിക്കളയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ജാനകി അവിടേക്ക് വരുന്നത്. എന്താ മോനെ നീ കാണിക്കുന്നതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ അതിങ്ങനെ കീറിയിട്ട് നിലത്തിടും. ഇങ്ങനെ നയന എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടിയാണ് കേട്ടോ അതൊക്കെ പറയുന്നത്. അപ്പോഴേക്കും മുത്തശ്ശിയും വരുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ടായിരുന്നു അന്ന് ഡിന്നറിന് പോയപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ അവൻ കീറി, അവനും നയനും കൂടെ ഉള്ളതൊക്കെ കീറി നിലത്തിട്ടെന്ന് പറയുമ്പോൾ നീ എന്താ കാണിച്ച ഇത്രയും ദേഷ്യം മോളോട് ഉള്ളിൽ വെച്ചാണോ നീ മുത്തശ്ശൻ്റെ മുന്നിൽ അഭിനയിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. ഈ കാര്യം മുത്തശ്ശനെ അറിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് നിനക്കറിയാലോ അങ്ങനെ പറയണം. മോളത് ഒരു തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് നീ എന്താ മോളോട് തെറ്റ് ചെയ്തിട്ടില്ലേ? അന്നൊരു ദിവസം മോള് പോയത് ഓർക്കുന്നുണ്ടല്ലോ, അന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ മോള് പടിയിറങ്ങി പോയതാണ്. പക്ഷെ മുത്തശ്ശൻ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് മോള് തിരിച്ചു വന്നത്. നീയും ഇങ്ങനെ അവളോട് തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അപ്പം നീ ഇങ്ങനെ ചെയ്ത തെറ്റൊന്നും ഞങ്ങൾക്ക് വിളിച്ച് പറയാനൊന്നും പറ്റില്ല. നീ എന്തായാലും മോളോട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തർക്കിക്കാതെ ഇവിടെ നടന്ന കാര്യങ്ങളും പറയാണ്. പിന്നീട് പറയുന്ന ചായ കുടിച്ചിട്ട് പോകാൻ മോനെ എന്ന് പറയുമ്പോൾ ചായ വേണ്ട, ഇനിയിപ്പോൾ ചായ കുടിച്ചാലും എൻ്റെ തലവേദന ഒന്നും മാറില്ല എന്ന് പറയും. പിന്നീട് നയനയോടാണെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു മോളിവിടെ നടന്ന കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ടാന്ന്. പിന്നീട് നയന ആദർശ് കയറിയിട്ട് ആ ഫോട്ടോ ഒക്കെ നിലത്തുനിന്ന് എടുത്തിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പാവം പിടിച്ച പെൺകുട്ടികളെ കിട്ടാൻ തന്നെ പാടാണ്. പക്ഷേ ആദർശം അത് മനസ്സിലാക്കുന്നില്ല. കയ്യിൽ വന്ന തങ്കത്തിനെ തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് അതന്നെയാണ് മോൻ്റെ മുത്തശ്ശനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിൻ്റെ മാറ്റി നോക്കുന്ന അവന് സ്വന്തം ഭാര്യയുടെ മാറ്റി തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറയും. ആ സമയത്ത് ജാനകിയും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ പത്തരമാറ്റ് സ്വർണം ഇവിടെ നിന്ന് എന്നാ ഇറങ്ങിപ്പോകുന്നതെന്ന് നമുക്കും പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ. പിന്നീട് നയനയാണെങ്കിലും ആ ഫോട്ടോ രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് ആകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ഫോട്ടോ അല്ല കയറിയത്, എൻ്റെ മനസ്സ് തന്നെയാണ് ഇത്രയ്ക്ക് ദേഷ്യം എന്നോടുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ആ ഫോട്ടോയുടെ ഉള്ള ദേഷ്യം കാണിച്ചപ്പോൾ തന്നെ ആദർശേട്ടൻ്റെ മനസ്സിൽ ഇത്രയ്ക്ക് വെറുപ്പ് എന്നോടുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ മനസ്സിലായല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിൻ്റെ സങ്കടം ഇനിയും മാറില്ല എന്ന് ചോദിക്കുമ്പോൾ അത് പെട്ടെന്നൊന്നും മാറില്ലല്ലോ എന്ന് പറയും. പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചില സത്യങ്ങളൊക്കെ ഇങ്ങനെ മൂടി വെക്കണമെന്ന് പറയുന്നതെന്ന് പറയട്ടോ. പിന്നീട് നയന അവിടെ വന്ന് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് മരുന്നുകളൊക്കെ തീർന്നിരിക്കുകയാണ്. മോൾ ആദർശിനെ വിളിച്ചെന്ന് പറയുമെന്ന് പറയുമ്പോൾ നയന ആദർശിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇങ്ങനെ കോള് കട്ട് ചെയ്യും, പിന്നീട് അത് റിജക്ഷൻ ലിസ്റ്റിൽ ഇട്ട് നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശനോട് ഇത് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു അവിടെ റേഞ്ച് ഉണ്ടാവില്ലല്ലോ ചില സമയത്ത്, ഇങ്ങനെ പരിധിക്ക് പുറത്ത് നിന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ മോൾ എന്നോടാണ് പറയുന്നത് അവിടെ റേഞ്ചിനൊരു കുഴപ്പമില്ല, മോൾ എൻ്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചു ഇവിടെ അവൻ തിരിച്ച് വിളിക്കുകയോ നോക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പം നയനയാണെങ്കിലും മെസ്സേജൊക്കെ അയച്ച് വെക്കുന്നുണ്ട് ഫോണ്. പിന്നീട് മരുന്നൊക്കെ എടുത്ത് കൊടുത്തിട്ട് നയന അവിടെ നിന്ന് പോകുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഇങ്ങനെ മോൾക്ക് നല്ല സങ്കടം ഉണ്ടല്ലോ, ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് അഭിനയിക്കുകയാണല്ലേ എന്ന്. അപ്പോൾ മുത്തശ്ശി പറയും കുറച്ച് സമയം എടുക്കുമല്ലോ അവൻ്റെ ദേഷ്യമൊക്കെ മാറാൻ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കുറച്ച് സമയം എടുത്താലും അത് മാറിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയാണ്. പിന്നീട് നയന സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ വന്ന് നിൽക്കുമ്പോൾ അനി അവിടേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തിയുടെ ഇവിടുത്തെ അവസ്ഥയൊക്കെ എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ്. അപ്പോൾ അനിയല്ലേ കഴിഞ്ഞൊരു ദിവസം ഡിന്നറൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ചത്, അന്ന് എടുത്തിരുന്ന ഫോട്ടോസൊക്കെ വന്നു, പക്ഷേ ആദർശേട്ടൻ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ആ ഫോട്ടോയൊക്കെ എടുത്ത് കീറിക്കളഞ്ഞു എന്നൊക്കെ ഇങ്ങനെ അനിയനോട് പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട് എല്ലാം ശരിയാകും ഏട്ടത്തിന്ന്. പിന്നീട് നയന അങ്ങനെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ ഇങ്ങനെ ആദർശിനെ വിളിക്കാൻ പറഞ്ഞ സമയത്ത് ഇങ്ങനെ ആദർശിനെ വിളിച്ചതും അതുപോലെ തന്നെ കോൾ എടുക്കാതെ കട്ടാക്കി ഇങ്ങനെ നമ്പർ ബ്ലോക്കാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടൻ എന്നെ റിജക്ഷൻ ലിസ്റ്റിൽ ഇട്ടപ്പോൾ തന്നെ ആദർശേട്ടൻ്റെ മനസ്സിൽ നിന്ന് തന്നെ എന്നെ റിജക്റ്റ് ചെയ്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ട്